പ്രവാസലോകത്തെ വാർത്തകൾ. സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച ദുബായ് 100 കോടി ദിർഹത്തിന്റെ വൻ പദ്ധതിക്കാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിൽ സാമ്പത്തിക മേഖലയ്ക്ക് കരുത്തു പകരാൻ ദുബായ് സാമ്പത്തിക പാക്കേജ് പുറത്തിറക്കി. ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ മേഖലയിലുടനീളമുള്ള സാമ്പത്തിക സമ്മർദ്ദം ലഘൂകരിക്കുക, സാമ്പത്തിക സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക, വ്യാപാരം സുഗമമാക്കുക, സാമൂഹിക വികസന ചട്ടക്കൂട്ടുകൾ ശക്തിപ്പെടുത്തുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രധാന സംരംഭങ്ങൾക്ക് അനുമതി നൽകി. ഏപ്രിൽ 1 മുതൽ പദ്ധതി പ്രാബല്യത്തിൽ വരും. അടുത്ത 3 മുതൽ 6 മാസ കാലയളവിലാണ് പദ്ധതി നടപ്പിലാക്കുക. പ്രധാന നടപടികളിൽ 1 മില്യൺ ദിർഹത്തിന്റെ സാമ്പത്തിക പ്രോത്സാഹന പാക്കേജും ഉൾപ്പെടുന്നു. സർക്കാർ ഫീസ് 3 മാസത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് സാമ്പത്തിക സമ്മർദ്ദം ലഘൂകരിക്കുക എന്നതാണ് പാക്കേജിന്റെ ലക്ഷ്യം. പുതിയ ബിസിനസ് തുടങ്ങുന്നവർക്കും നിലവിലുള്ളവർക്കും സാമ്പത്തിക ആശ്വാസം നൽകുന്നതാണ് പ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ ഇന്ധനവില കുതിച്ചുയർന്നു. പുതിയ നിരക്കുകൾ ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരും. ആഗോള വിപണിയിലെ എണ്ണവില വർധനവിനിടെ UAE-യിൽ ഏപ്രിലിലേക്കുള്ള പുതുക്കിയ ഇന്ധനവില പ്രഖ്യാപിച്ചു. മിഡിൽ ഈസ്റ്റിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങളും വിതരണം തടസ്സപ്പെട്ടതും കാരണമാണ് ഇന്ധനവിലയിൽ വലിയ വർധനവുണ്ടായത്. ഏപ്രിൽ 1 മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. സൂപ്പർ 98 പെട്രോൾ ലിറ്ററിന് 3.39 ദിർഹമാണ് പുതിയ നിരക്ക്. മാർച്ചിൽ ഇത് 2.59 ദിർഹമായിരുന്നു. സ്പെഷ്യൽ 95 പെട്രോൾ ലിറ്ററിന് 3.28 ദിർഹമാണ് ഏപ്രിൽ മാസത്തിലെ നിരക്ക്. മാർച്ചിൽ ഇത് 2.48 ദിർഹമായിരുന്നു. E+91 പെട്രോൾ ലിറ്ററിന് 3.20 ദിർഹമായി ഉയർന്നു. ഡീസൽ ലിറ്ററിന് 4.69 ദിർഹമാണ് പുതുക്കിയ വില. US, ഇസ്രായേൽ, ഇറാൻ സംഘർഷവും ആഗോള ഓഹരി വിപണിയിലെ തകർച്ചയുമാണ് ഇന്ധനവില ഉയരാൻ കാരണം. ലോകത്തെ 20% എണ്ണ കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് സംഘർഷത്തെ തുടർന്ന് അടച്ചതോടെ എണ്ണക്കപ്പലുകളുടെ നീക്കം തടസ്സപ്പെട്ടു. ഇത് വില കുതിച്ചുയരാൻ കാരണമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബഹ്റിനിൽ ഉച്ചവിശ്രമ നിയമം ജൂൺ 15 മുതൽ നിലവിൽ വരും. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയുണ്ടാകും. ബഹ്റിനിൽ പുറം ജോലികൾ ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉച്ചസമയത്ത് ഏർപ്പെടുത്തുന്ന തൊഴിൽ വിലക്ക് നീട്ടി. മുൻ വർഷങ്ങളിലെ അനുഭവങ്ങളും റിപ്പോർട്ടുകളും പരിഗണിച്ചാണ് മന്ത്രിസഭയുടെ പുതിയ തീരുമാനം. പുതുക്കിയ തീരുമാനപ്രകാരം ഈ വർഷം ജൂൺ 15 മുതൽ ഓഗസ്റ്റ് 31 വരെ 2.5 മാസക്കാലമാണ് ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിലുണ്ടാകുക. നേരിട്ടുള്ള സൂര്യപ്രകാശമേൽക്കുന്ന സ്ഥലങ്ങളിലും തുറസായ ഇടങ്ങളിലും ഉച്ചസമയത്ത് ജോലി ചെയ്യുന്നത് ഈ കാലയളവിൽ കർശനമായി നിരോധിച്ചു. കഠിനമായ ചൂടിൽ നിന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളും സൂര്യാഘാതവും ഒഴിവാക്കി തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.